ഓം ശാന്തി 22/7/25. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങളുടെ പഠനത്തിൻ്റെ ഫൗണ്ടേഷനാണ് പ്യൂരിറ്റി. പ്യൂരിറ്റി ഉണ്ടായിരിക്കുമ്പോഴാണ് യോഗത്തിൻ്റെ മൂർച്ച വരുത്തുവാൻ സാധിക്കുന്നത്. യോഗത്തിൻ്റെ മൂർച്ചയുണ്ടെങ്കിൽ വാക്കുകളിൽ ശക്തി ഉണ്ടാകും. ചോദ്യം: കുട്ടികളായ നിങ്ങൾക്ക് ഇപ്പോൾ ഏതൊരു പ്രയത്നം പൂർണ്ണമായും ചെയ്യണം? ഉത്തരം: ശിരസിൽ ഏതൊരു വികർമ്മങ്ങളുടെ ഭാരമുണ്ടോ അത് ഇറക്കുന്നതിൻ്റെ പരിപൂർണ പ്രയത്നം ചെയ്യണം. ബാബയുടേതായ ശേഷം ഏതെങ്കിലും വികർമ്മം ചെയ്തു എങ്കിൽ വളരെ ശക്തമായി നിലം പതിക്കും. BKയുടെ നിന്ദ ചെയ്യിച്ചുവെങ്കിൽ, എന്തെങ്കിലും പ്രയാസം നൽകിയെങ്കിൽ വളരെയധികം പാപമുണ്ടാകും. പിന്നെ ജ്ഞാനം കേൾക്കുന്നതിലൂടെയും കേൾപ്പിക്കുന്നതിലൂടെയും യാതൊരു നേട്ടവുമില്ല. ഓം ശാന്തി. ആത്മീയ അച്ഛൻ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് നിങ്ങൾ പതിതത്തിൽ നിന്നും പാവനമായി പാവന ലോകത്തിൻ്റെ അധികാരിയാകുവാൻ സാധിക്കും എന്നത്. പാവന ലോകത്തെ സ്വർഗം അഥവാ വിഷ്ണുപുരി എന്നും ലക്ഷ്മി നാരായണന്റെ രാജ്യം എന്നും പറയുന്നു. വിഷ്ണുവിൻ്റെ, അതായത് ലക്ഷ്മി നാരായണന്റെ കമ്പൈൻഡ് ചിത്രം ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നു. അതിനാൽ മനസ്സിലാക്കിച്ചു തരുന്നു. പിന്നെ വിഷ്ണുവിനെ പൂജിക്കുമ്പോൾ ഇതാരാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. മഹാലക്ഷ്മിയുടെ പൂജ ചെയ്യുന്നു, പക്ഷേ ഇതാരാണ് എന്ന് മനസ്സിലാക്കുന്നില്ല. ബാബ ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് ഭിന്ന ഭിന്ന രീതിയിൽ മനസ്സിലാക്കിച്ചു തരുന്നു. നല്ല രീതിയിൽ ധാരണ ചെയ്യൂ. ചിലരുടെ ബുദ്ധിയിൽ ഇതിരിക്കുന്നു, അതായത് പരമാത്മാവ് സർവ്വതും അറിയുന്നു. നമ്മൾ നല്ലതോ മോശമോ ആയ എന്തെല്ലാം ചെയ്യുന്നുവോ അതെല്ലാം പറയുന്നുവെന്ന്. ഇപ്പോൾ ഇതിനെ അന്ധവിശ്വാസത്തിൻ്റെ ഭാവം എന്ന് പറയുന്നു. ഭഗവാൻ ഈ കാര്യങ്ങളെ അറിയുന്നതേയില്ല. കുട്ടികളായ നിങ്ങൾക്കറിയാം, ഭഗവാനാകട്ടെ പതീതരെ പാവനമാക്കുന്നയാളാണ്. പാവനമാക്കി സ്വർഗത്തിൻ്റെ അധികാരിയാക്കുന്നു. പിന്നെ ആര് നല്ല രീതിയിൽ പഠിക്കുമോ അവർ ഉയർന്ന പദവി നേടും. പിന്നെ ബാബ സർവരുടെയും മനസ്സുകളെ അറിയുന്നു എന്ന് മനസ്സിലാക്കരുത്. ഇതിനെ പിന്നെ അവിവേകം എന്ന് പറയും. മനുഷ്യർ എന്ത് കർമ്മം ചെയ്യുന്നുവോ പിന്നീട് അതിൻ്റെ നന്മയോ തിന്മയോ ഡ്രാമ അനുസരിച്ച് അവർക്ക് ലഭിക്കുക തന്നെ ചെയ്യുന്നു. ഇതിൽ ബാബയ്ക്ക് യാതൊരു കണക്ഷനുമില്ല. ബാബയാണെങ്കിൽ സർവ്വതും അറിയുക തന്നെ ചെയ്യുന്നു എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. വളരെ പേരുണ്ട്, വികാരത്തിലേക്ക് പോകുന്നു, പാപം ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇവിടെ അഥവാ സെൻറ്റേഴ്സിൽ വരുന്നു, ബാബ അറിയുന്നു എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ ബാബ പറയുന്നു, ഞാൻ ഈ തൊഴിൽ ചെയ്യുന്നില്ല, എല്ലാം അറിയുന്നു എന്ന വാക്കും തെറ്റാണ്. നിങ്ങൾ ബാബയെ വിളിക്കുന്നത് വന്ന് പതീതത്തിൽ നിന്നും പാവനമാക്കൂ, സ്വർഗത്തിൻ്റെ അധികാരിയാക്കൂ എന്നാണ്. കാരണം ജന്മജന്മാന്തരങ്ങളിലെ പാപം ശിരസിൽ വളരെയധികമുണ്ട്. ഈ ജന്മത്തേതുമുണ്ട്, ഈ ജന്മത്തെ പാപം പറയുന്നുമുണ്ട്. വളരെ പേർ ഇങ്ങനെയുള്ള പാപം ചെയ്തിരിക്കുന്നു. അതിലൂടെ പാവനമാവുക വളരെ പ്രയാസമായി തോന്നുന്നു. മുഖ്യമായ കാര്യം തന്നെ പാവനമാകുന്നതിൻ്റെതാണ്. പഠനം വളരെ സഹജമാണ്. എന്നാൽ വികർമ്മങ്ങളുടെ ഭാരം എങ്ങനെ ഇറങ്ങും എന്നതിൻ്റെ പ്രയത്നം ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇങ്ങനെ വളരെ പേരുണ്ട്, അളവറ്റ പാപം ചെയ്യുന്നു, വളരെയധികം ഡിസ്സർവീസ് ചെയ്യുന്നു. BK ആശ്രമത്തിന് ബുദ്ധിമുട്ടുകൾ നൽകുവാൻ പരിശ്രമിക്കുന്നു. എന്നിരുന്നാലും ഇതിൻ്റെ വളരെ പാപം കയറുന്നു. ആ പാപമോ മറ്റോ ജ്ഞാനം നൽകുന്നതിലൂടെ മാഞ്ഞു പോവുക സാധ്യമല്ല. പാപം മാഞ്ഞു പോകുന്നത് യോഗത്തിലൂടെയാണ്. ആദ്യം യോഗത്തിൻ്റെ പൂർണ്ണ പുരുഷാർത്ഥം ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ആരില്ലെങ്കിലും അമ്പ് കൊള്ളിക്കുവാൻ സാധിക്കും. ആദ്യം പവിത്രമാകണം, യോഗമുണ്ടാകണം. അപ്പോൾ വാണിയിലും മൂർച്ച നിറയും. ഇല്ലെങ്കിൽ ആർക്ക് എത്ര തന്നെ മനസ്സിലാക്കിച്ചാലും
ആരുടെ ബുദ്ധിയിലും അംഗീകാരം വരില്ല, അമ്പേൽക്കില്ല. ജന്മജന്മാന്തരങ്ങളിലെ പാപമുണ്ടല്ലോ. ഇപ്പോൾ എന്ത് പാപം ചെയ്യുന്നുവോ അത് ജന്മജന്മാന്തരം ഉള്ളതിനേക്കാൾ വളരെയധികം ആകുന്നു. അതിനാലാണ് സദ്ഗുരുവിൻ്റെ നിന്ദകൻ എന്ന് പാടപ്പെടുന്നത്. ഇത് സത്യമായ ബാബയും സത് ടീച്ചറും സദ്ഗുരുവുമാണ്. ബാബ പറയുന്നു, BKയുടെ നിന്ദ ചെയ്യുന്നവർക്കും പാപം വളരെ ഭാരിച്ചതാണ്. ആദ്യം സ്വയം പാവനമാകണം. ആർക്കെങ്കിലും മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതിന് വളരെ താല്പര്യം വയ്ക്കുന്നു. ചില്ലിക്കാശിൻ്റെ യോഗം പോലുമില്ല. ഇതിലൂടെ എന്ത് നേട്ടമാണ്? ബാബ പറയുന്നു, മുഖ്യമായ കാര്യം തന്നെ ഓർമ്മയിലൂടെ പാവനമാകുന്നതിൻ്റേതാണ്. വിളിക്കുന്നതും പാവനമാകുന്നതിന് വേണ്ടിയാണ്. ഭക്തിമാർഗത്തിൽ ഒരു ശീലം ഉണ്ടായിക്കഴിഞ്ഞു. തിക്കും തിരക്കും കൊള്ളുന്നതിൻ്റെ, വെറുതെ ശബ്ദമുണ്ടാക്കുന്നതിൻ്റെ. പ്രാർത്ഥിക്കുന്നു, പക്ഷേ ഭഗവാന് കാതെവിടെ? കാത് ഇല്ലാതെയും വായ് ഇല്ലാതെയും എങ്ങനെ കേൾക്കും, സംസാരിക്കും? ആ ഒന്ന് അവ്യക്തമാണ്. ഇതെല്ലാം അന്ധവിശ്വാസമാണ്. നിങ്ങൾ ബാബയെ എത്ര ഓർമ്മിക്കുമോ അത്രയും പാപം നശിക്കും. ഇന്നയാൾ വളരെയധികം ഓർമ്മിക്കുന്നു, ഇന്ന ആൾ ഓർമ്മിക്കുന്നത് കുറവാണ് എന്നത് ബാബ അറിയുന്നു എന്നല്ല. ഇതാകട്ടെ തൻ്റെ ചാർട്ട് സ്വയം തന്നെ നോക്കണം. ബാബ പറഞ്ഞിരിക്കുന്നു, ഓർമ്മയിലൂടെയാണ് നിങ്ങളുടെ വികർമ്മം വിനാശമാകുന്നത്. ബാബയും നിങ്ങളോട് തന്നെ ചോദിക്കുന്നു, എത്ര ഓർമ്മിക്കുന്നുണ്ട്? പെരുമാറ്റത്തിലൂടെയും അറിയുവാൻ കഴിയുന്നു. ഓർമ്മയിലൂടെ അല്ലാതെ പാപം ഇല്ലാതാക്കുവാൻ സാധിക്കില്ല. ആർക്കെങ്കിലും ജ്ഞാനം കേൾപ്പിക്കുന്നുവെങ്കിൽ നിങ്ങളുടെയും അവരുടെയും പാപം ഇല്ലാതാകും എന്നല്ല. അങ്ങനെയല്ല. സ്വയം ഓർമ്മിക്കുമ്പോഴാണ് പാപം ഇല്ലാതാകുന്നത്. മുഖ്യമായ കാര്യം പാവനമാകുന്നതിൻ്റേതാണ്. ബാബ പറയുന്നു, എൻ്റേതായിരിക്കവേ യാതൊരു പാപവും ചെയ്യാതിരിക്കൂ, ഇല്ലെങ്കിൽ വളരെ ശക്തമായി നിലം പതിക്കും. നമുക്ക് നല്ല പദവി നേടുവാൻ സാധിക്കും എന്ന പ്രതീക്ഷ പോലും വയ്ക്കരുത്. പ്രദർശിനികളിൽ വളരെ പേർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ വളരെയധികം സേവനം ചെയ്തു എന്ന് സന്തോഷിക്കുന്നു. പക്ഷേ ബാബ പറയുന്നു, ആദ്യം നിങ്ങൾ പാവനമാകൂ, ബാബയെ ഓർമ്മിക്കൂ. ഓർമ്മയിൽ വളരെ പേർ ഫെയിലാകുന്നു. ജ്ഞാനമാകട്ടെ വളരെ സഹജമാണ്. കേവലം 84ൻ്റെ ചക്രത്തെ അറിയണം. ആ പഠനത്തിൽ എത്ര കണക്കും മറ്റും പഠിക്കുന്നു, പ്രയത്നിക്കുന്നു. സമ്പാദിക്കുമോ? പഠിച്ച് മരിച്ചു പോയെങ്കിൽ പഠനം തീർന്നു. നിങ്ങൾ കുട്ടികൾ എത്ര ഓർമ്മയിലിരിക്കുമോ അത്രയും ധാരണയുണ്ടാകും. പവിത്രമാവുകയില്ലെങ്കിൽ, പാപം മായുകയില്ലെങ്കിൽ വളരെയധികം ശിക്ഷ അനുഭവിക്കേണ്ടി വരും. നമ്മുടെ ഓർമ്മ ബാബയുടെ അടുക്കൽ എത്തിച്ചേരുക തന്നെ ചെയ്യുന്നു എന്ന് പാടില്ല. ബാബ എന്തു ചെയ്യും? നിങ്ങൾ ഓർമ്മിക്കുകയാണെങ്കിൽ നിങ്ങൾ പാവനമാകും. ബാബ അതിൽ എന്തു ചെയ്യുവാനാണ്? എന്ത് അനുമോദനങ്ങൾ നൽകുവാനാണ്? വളരെയധികം കുട്ടികൾ ഇങ്ങനെ പറയുന്നു, നമ്മൾ സദാ ബാബയെ ഓർമ്മിച്ചു കൊണ്ടിരിക്കുന്നു. ബാബയല്ലാതെ നമുക്ക് ആരാണുള്ളത്? ഈ വിടുവാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഓർമ്മയിലാണെങ്കിൽ വലിയ പ്രയത്നമുണ്ട്. നമ്മൾ ഓർമ്മിക്കുന്നുണ്ടോ അതോ ഇല്ലയോ എന്നതുപോലും മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. നമ്മൾ ഓർമ്മിക്കുന്നുണ്ട് എന്ന് അറിവില്ലാതെ പറയുന്നു. പ്രയത്നമില്ലാതെ വിശ്വത്തിൻ്റെ അധികാരിയാകുവാൻ സാധിക്കില്ല. ഉയർന്ന പദവി നേടുവാൻ സാധിക്കില്ല. എപ്പോഴാണോ ഓർമ്മയുടെ മൂർച്ച വരുന്നത് അപ്പോൾ സേവനം ചെയ്യാൻ സാധിക്കും. പിന്നെ നോക്കണം, എത്ര സേവനം ചെയ്ത് പ്രജകളെ തയ്യാറാക്കി. കണക്ക് ആവശ്യമാണല്ലോ. നമ്മൾ എത്ര പേരെ തനിക്ക് സമാനമാക്കുന്നു. പ്രജകളെ തയ്യാറാക്കേണ്ടി വരുമല്ലോ. അപ്പോഴാണ് രാജപദവി നേടുവാൻ സാധിക്കുന്നത്. ഇപ്പോൾ അതൊന്നുമില്ല. യോഗത്തിലിരിക്കണം, മൂർച്ച വരണം. അപ്പോഴാണ് ആർക്കെങ്കിലും പൂർണ്ണമായും അമ്പ് ഏൽക്കുന്നത്. ശാസ്ത്രങ്ങളിലുമുണ്ടല്ലോ, അന്തിമത്തിൽ
ഭീഷ്മ പിതാമഹനും ദ്രോണാചാര്യരും മറ്റും ജ്ഞാനം നൽകി എന്ന്. എപ്പോൾ നിങ്ങളുടെ പതീത അവസ്ഥ മാറി സതോപ്രധാനം വരെ ആത്മാവ് എത്തിച്ചേരുന്നത്, അപ്പോൾ മൂർച്ച വരും. അപ്പോൾ ഉടൻ അമ്പേൽക്കുന്നു. ബാബയാകട്ടെ എല്ലാം അറിയുന്നുണ്ട് എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. ബാബയ്ക്ക് അറിയേണ്ട എന്താവശ്യമാണ്? ആര് ചെയ്യുമോ അവർ നേടും. ബാബ സാക്ഷിയായി കണ്ടുകൊണ്ടിരിക്കുന്നു. ബാബയ്ക്ക് എഴുതുന്നു, നമ്മൾ ഇന്ന സ്ഥാനത്ത് പോയി സേവനം ചെയ്തു. ബാബ ചോദിക്കും, ആദ്യം നിങ്ങൾ ഓർമ്മയുടെ യാത്രയിൽ തൽപരരാണോ? ആദ്യത്തെ കാര്യം തന്നെ ഇതാണ്. മറ്റു കൂട്ടുകെട്ട് ഉപേക്ഷിച്ച് ഒരു ബാബയുമായി കൂട്ട് യോജിപ്പിക്കൂ. ദേഹി അഭിമാനി ആകണം. വീട്ടിൽ ഇരിക്കുമ്പോഴും മനസ്സിലാക്കണം, ഇത് പഴയ ലോകമാണ്, പഴയ ദേഹമാണ്. ഇവയെല്ലാം ഇല്ലാതാകണം. നമുക്ക് ബാബയോടും സമ്പത്തിനോടുമാണ് കാര്യം. ബാബ ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഇരിക്കരുത്, ആരോടും സംസാരിക്കരുത് എന്ന് പറയുന്നില്ല. ബാബയോട് ചോദിക്കുന്നു, വിവാഹത്തിന് പൊയ്ക്കോട്ടെ എന്ന്. ബാബ പറയും, പൊയ്ക്കൊള്ളൂ. അവിടെയും പോയി സർവീസ് ചെയ്യൂ. ബുദ്ധിയുടെ യോഗം ശിവ് ബാബയുമായി ഉണ്ടായിരിക്കണം. ജന്മജന്മാന്തരങ്ങളിലെ വികർമ്മം ഓർമ്മയുടെ ബലത്തിലൂടെ ഭസ്മമാകും. ഇവിടെയും അഥവാ വികർമ്മം ചെയ്യുന്നുവെങ്കിൽ വളരെയധികം ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരും. പാവനമായിക്കൊണ്ടിരിക്കവേ വികാരത്തിൽ വീണുവെങ്കിൽ മരിച്ചു. പൂർണ്ണമായും കഷ്ണമായി പോകുന്നു. ശ്രീമത്തനുസരിച്ച് നടക്കാതെ വളരെയധികം നഷ്ടമുണ്ടാക്കുന്നു. ഓരോ ചുവടിലും ശ്രീമത്ത് ആവശ്യമാണ്. യോഗം ഉണ്ടാകാൻ കഴിയാത്ത വിധത്തിലുള്ള പാപം ചെയ്യുന്നു. ഓർമ്മിക്കുവാൻ സാധിക്കില്ല. ഭഗവാൻ വന്നിരിക്കുന്നു, ആ ഒന്നിൽ നിന്നും സമ്പത്തെടുക്കൂ എന്ന് ആരോടെങ്കിലും പോയി പറയുന്നുവെങ്കിൽ അവർ അംഗീകരിക്കില്ല, അമ്പേൽക്കുകയില്ല. ബാബ പറഞ്ഞിട്ടുണ്ട്, ഭക്തരെ ജ്ഞാനം കേൾപ്പിക്കൂ. വ്യർത്ഥമായി ആർക്കും കൊടുക്കരുത്, ഇല്ലെങ്കിൽ കൂടുതൽ നിന്ദ ചെയ്യിക്കും. പല കുട്ടികളും ബാബയോട് ചോദിക്കുന്നു, ബാബ, നമുക്ക് ദാനം ചെയ്യുന്ന ശീലമുണ്ട്. ഇപ്പോൾ ജ്ഞാനത്തിൽ വന്നു കഴിഞ്ഞു, ഇനി എന്തു ചെയ്യട്ടെ? ബാബ നിർദ്ദേശം നൽകുന്നു, കുട്ടികളെ, ദരിദ്രർക്ക് ദാനം നൽകുന്ന ധാരാളം പേരുണ്ട്. ദരിദ്രർ വിശന്നു മരിക്കുന്നില്ല. സന്യാസിമാരുടെ അടുക്കൽ വളരെയധികം ധനം കിടക്കുന്നുണ്ട്. അതിനാൽ ഈ എല്ലാ കാര്യങ്ങളിൽ നിന്നും നിങ്ങളുടെ ബുദ്ധിയെ മാറ്റണം. ദാനത്തിൻ്റെ മറ്റും കാര്യത്തിൽ വളരെ ജാഗ്രത ആവശ്യമാണ്. വളരെ പേർ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, കാര്യം ചോദിക്കുകയേ വേണ്ട. പിന്നെ നമ്മുടെ ശിരസിലെ ഭാരം വളരെയധികം വർദ്ധിച്ചു വരുന്നു എന്ന് സ്വയം മനസ്സിലാക്കുന്നില്ല. ജ്ഞാനമാർഗം ഏതെങ്കിലും കളിതമാശയുടെ മാർഗമല്ല. ബാബയോടൊപ്പം പിന്നെ ധർമ്മരാജനുമുണ്ട്. ധർമ്മരാജൻ്റെ വലിയ വലിയ ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരും. എപ്പോഴാണോ അന്തിമത്തിൽ ധർമ്മരാജൻ കണക്കെടുക്കുന്നത്, അപ്പോൾ മനസ്സിലാകും എന്ന് പറയുന്നുണ്ടല്ലോ. ജന്മജന്മാന്തരങ്ങളിലെ ശിക്ഷകൾ അനുഭവിക്കുന്നതിന് സമയം എടുക്കുന്നില്ല. ബാബ കാശി കൽവേർട്ടിൻ്റെയും ഉദാഹരണം മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. അത് ഭക്തി മാർഗമാണ്, ഇത് ജ്ഞാനമാർഗമാണ്. മനുഷ്യരുടെയും ബലി അർപ്പിക്കുന്നു, ഇതും ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ട്. ഈ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കണം. ഈ ഡ്രാമ തന്നെ ഉണ്ടാക്കിയത് എന്തിന്? ചക്രത്തിൽ എന്തിനു കൊണ്ടുവന്നു എന്നത് പാടില്ല. ചക്രത്തിൽ വന്നുകൊണ്ട് തന്നെ ഇരിക്കും. ഇതാകട്ടെ അനാദി ഡ്രാമയാണല്ലോ. ചക്രത്തിൽ വരാതിരിക്കുന്നുവെങ്കിൽ പിന്നെ ലോകം തന്നെ അവശേഷിക്കില്ല. മോക്ഷം ഉണ്ടാകുന്നില്ല. മുഖ്യമായവരുടെ പോലും മോക്ഷമുണ്ടാവുക സാധ്യമല്ല. 5000 വർഷത്തിനു ശേഷം വീണ്ടും ഇതേപോലെ തന്നെ ചക്രം കറങ്ങും. ഇതാകട്ടെ ഡ്രാമയാണല്ലോ. കേവലം ആർക്കെങ്കിലും മനസ്സിലാക്കിച്ചു കൊടുക്കുകയും വാണി നടത്തുകയും ചെയ്യുന്നതിലൂടെ പദവി ലഭിക്കുകയില്ല. ആദ്യം പതീതത്തിൽ നിന്നും പാവനമാകണം. ബാബ എല്ലാം അറിയുന്നു എന്നത് പാടില്ല.
ബാബ അറിഞ്ഞിട്ട് എന്തു ചെയ്യുവാനാണ്? ആദ്യം നിങ്ങളുടെ ആത്മാവ് അറിയുന്നു. ശ്രീമത്തിലൂടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? എത്രത്തോളം ബാബയെ ഓർമ്മിക്കുന്നു? അല്ലാതെ ബാബ ഇരുന്ന് ഇതറിയുന്നതിലൂടെ എന്ത് നേട്ടമാണുള്ളത്? നിങ്ങൾ എന്തു ചെയ്യുന്നുവോ അത് നിങ്ങൾ നേടും. ബാബ നിങ്ങളുടെ പ്രവൃത്തിയിലൂടെയും സേവനത്തിലൂടെയും അറിയുന്നു. ഈ കുട്ടി നല്ല രീതിയിൽ സേവനം ചെയ്യുന്നു. ഇന്നയാൾ ബാബയുടേതായ ശേഷം വളരെയധികം വികർമ്മം ചെയ്തു. അപ്പോൾ ആ ആളുടെ മുരളിയിൽ മൂർച്ച വരില്ല. ഇത് ജ്ഞാന വാളാണ്. അതിൽ ഓർമ്മയുടെ ബലത്തിൻ്റെ മൂർച്ച ആവശ്യമാണ്. യോഗബലത്തിലൂടെ നിങ്ങൾ വിശ്വത്തിൻ്റെ മേൽ വിജയം പ്രാപ്തമാക്കുന്നു. പിന്നെ ജ്ഞാനത്തിലൂടെ പുതിയ ലോകത്തിൽ ഉയർന്ന പദവി നേടും. ആദ്യം പവിത്രമാകണം. പവിത്രമാകാതെ ഉയർന്ന പദവി ലഭിക്കുക സാധ്യമല്ല. ഇവിടെ വരുന്നത് നരനിൽ നിന്നും നാരായണനാകുന്നതിനാണ്. പതിതർ നരനിൽ നിന്നും നാരായണൻ ആവില്ല. പാവനമാകുന്നതിനുള്ള പൂർണ്ണ യുക്തി ആവശ്യമാണ്. ആരാണോ സെന്റേഴ്സ് സംരക്ഷിക്കുന്ന അനന്യരായ കുട്ടികൾ, അവർക്കും വളരെയധികം പ്രയത്നം ചെയ്യേണ്ടി വരും. ഇത്രയും പ്രയത്നം ചെയ്യുന്നില്ല, അതിനാൽ ആ മൂർച്ച വരുന്നില്ല, അമ്പേൽക്കുന്നില്ല. ഓർമ്മയുടെ യാത്ര എവിടെ? കേവലം പ്രദർശിനിയിൽ വളരെ പേർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നു. ആദ്യം ഓർമ്മയിലൂടെ പവിത്രമാകണം, പിന്നെയാണ് ജ്ഞാനം. പാവനമാകുമ്പോൾ ജ്ഞാനത്തിൻ്റെ ധാരണയുണ്ടാകും. പതീതർക്ക് ധാരണയുണ്ടാകില്ല. മുഖ്യ സബ്ജക്റ്റാണ് ഓർമ്മയുടേത്. ആ പഠനത്തിലും സബ്ജക്ട്സ് ഉണ്ടായിരിക്കുമല്ലോ. നിങ്ങളുടെ അടുക്കലും BK ആകുന്നുണ്ട്. പക്ഷേ ബ്രഹ്മകുമാർ കുമാരിയാകുന്നത്, സഹോദരിയും സഹോദരനുമാകുന്നത് ചിറ്റമ്മയുടെ വീട്ടിൽ പോകുന്നത് പോലെയല്ല. അതായത് എളുപ്പമുള്ള കാര്യമല്ല. കേവലം പേരിന് മാത്രം ആയാൽ പോരാ. ദേവതയാകുന്നതിനായി ആദ്യം തീർച്ചയായും പവിത്രമാകണം. പിന്നീടാണ് പഠനം. പഠനം മാത്രം ഉണ്ടായിരിക്കുകയും പവിത്രമാകാതിരിക്കുകയും ആണെങ്കിൽ ഉയർന്ന പദവി നേടുവാൻ സാധിക്കില്ല. ആത്മാവ് പവിത്രമായിരിക്കണം, പവിത്രമാകണം. അപ്പോൾ പവിത്ര ലോകത്തിൽ ഉയർന്ന പദവി നേടുവാൻ സാധിക്കും. പവിത്രതയുടെ കാര്യത്തിലാണ് ബാബ ഊന്നൽ നൽകുന്നത്. പവിത്രതയില്ലാതെ ആർക്കും ജ്ഞാനം നൽകുവാൻ സാധിക്കില്ല. ബാക്കി ബാബ കാണുന്നൊന്നുമില്ല. സ്വയം ഇരിക്കുകയാണല്ലോ, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിച്ചു തരുന്നു. ഭക്തി മാർഗത്തിൽ ഭാവനയുടെ ഫലം ലഭിക്കുന്നു. അതും ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ട്. ശരീരമില്ലാതെ ബാബ എങ്ങനെ സംസാരിക്കും? എങ്ങനെ കേൾക്കും? ആത്മാവിന് ശരീരമുണ്ട്. അപ്പോഴാണ് കേൾക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നത്. ബാബ പറയുന്നു, എനിക്ക് ഓർഗൻസ് തന്നെ ഇല്ല. അപ്പോൾ എങ്ങനെ കേൾക്കുകയും അറിയുകയും ചെയ്യും? നമ്മൾ വികാരത്തിൽ പോകുന്നു എന്നത് ബാബയ്ക്കറിയാം എന്ന് മനസ്സിലാക്കുന്നു. അഥവാ അറിയുന്നില്ലെങ്കിൽ ഭഗവാനായി കണക്കാക്കില്ല. ഇങ്ങനെയും ധാരാളം പേരുണ്ട്. ബാബ പറയുന്നു, ഞാൻ വന്നിരിക്കുന്നു നിങ്ങളെ പാവനമാക്കുന്നതിനുള്ള വഴി പറഞ്ഞു തരാൻ. സാക്ഷിയായി നോക്കുന്നു. കുട്ടികളുടെ പെരുമാറ്റത്തിലൂടെ അറിയുവാൻ കഴിയുന്നു ഇത് കുപുത്രനാണോ അതോ സുപുത്രനാണോ എന്ന്. സേവനത്തിൻ്റെയും തെളിവ് ആവശ്യമാണല്ലോ. ഇതും അറിയുന്നു. എന്തു ചെയ്യും അത് നേടും. ശ്രീമത്ത് അനുസരിച്ച് നടക്കുമെങ്കിൽ ശ്രേഷ്ഠമാകും. നടക്കുകയില്ലെങ്കിൽ സ്വയം തന്നെ മലിനമായി വീഴും. ഏതെങ്കിലും കാര്യമുണ്ടെങ്കിൽ ക്ലിയറായി ചോദിക്കൂ. അന്ധവിശ്വാസത്തിൻ്റെ കാര്യമില്ല. ബാബ കേവലം പറയുന്നു, ഓർമ്മയുടെ മൂർച്ച ഉണ്ടായിരിക്കുകയില്ലെങ്കിൽ എങ്ങനെ പാവനമാകും? ഈ ജന്മത്തിലും ഇങ്ങനെയൊക്കെ പാപം ചെയ്യുന്നു. കാര്യം ചോദിക്കുകയേ വേണ്ട. ഇത് പാപാത്മാക്കളുടെ ലോകമാണ്. സത്യയുഗം പുണ്യാത്മാക്കളുടെ ലോകമാണ്. ഇത് സംഗമമാണ്. ചിലരാണെങ്കിൽ ഡൾ ഹെഡാണ്, അതായത് മൂഢബുദ്ധിയാണ്. അപ്പോൾ ധാരണ ചെയ്യുവാൻ സാധിക്കുന്നില്ല, ബാബയെ ഓർമ്മിക്കുവാൻ സാധിക്കുന്നില്ല. പിന്നെ ടു ലേറ്റ് ആയി പോകും. വൈക്കോൽ കൂനയ്ക്ക് തീ പിടിക്കും.
പിന്നെ യോഗത്തിലും ഇരിക്കുവാൻ സാധിക്കില്ല. ആ സമയം നിലവിളികൾ ഉണ്ടാകും. വളരെയധികം ദുഃഖത്തിൻ്റെ പർവ്വതം വീഴാൻ പോകുന്നു. ഈ ചിന്തയുണ്ടായിരിക്കണം, നമ്മൾ നമ്മുടെ രാജ്യഭാഗ്യത്തെ ബാബയിൽ നിന്നും എടുക്കട്ടെ. ദേഹാഭിമാനം ഉപേക്ഷിച്ച് സേവനത്തിൽ മുഴുകണം. മംഗളകാരിയാകണം. ധനം വ്യർത്ഥമായി പാഴാക്കരുത്. ആരാണോ യോഗ്യർ അല്ലാത്തത്, അങ്ങനെയുള്ള പതീതർക്ക് ഒരിക്കലും ദാനം നൽകുവാൻ പാടില്ല. ഇല്ലെങ്കിൽ ദാനം നൽകുന്നവർക്കും വന്നു ചേരും. ഭഗവാൻ വന്നിരിക്കുകയാണ് എന്ന് പെരുമ്പറ മുഴക്കണമെന്നല്ല. ഇങ്ങനെ ഭഗവാൻ എന്ന് പറയുന്നവർ ഭാരതത്തിൽ വളരെയധികമുണ്ട്. ആരും അംഗീകരിക്കില്ല. ഇത് നിങ്ങൾ അറിയുന്നുണ്ട്. നിങ്ങൾക്ക് പ്രകാശം ലഭിച്ചിരിക്കുന്നു. ശരി, മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: പഠനത്തോടൊപ്പം തീർച്ചയായും പവിത്രമാകണം. ഇപ്രകാരം യോഗ്യരും സൽപുത്രനുമായി സേവനത്തിൻ്റെ തെളിവ് നൽകണം. ശ്രീമത്തിലൂടെ സ്വയം തന്നെ ശ്രേഷ്ഠമാക്കണം. സ്ഥൂലമായ ധനവും വ്യർത്ഥമായി പാഴാക്കരുത്. പതീതർക്ക് ദാനം ചെയ്യുവാൻ പാടില്ല. ജ്ഞാനധനവും പാത്രം നോക്കി നൽകണം. വരദാനം: പഴയ സംസ്കാരങ്ങളുടെ അഗ്നി സംസ്കാരം നടത്തുന്ന സത്യമായ മർജീവിയായി ഭവിക്കട്ടെ. ഏതുപോലെ മരണത്തിനു ശേഷം ശരീരത്തിൻ്റെ സംസ്കാരം നടത്തുന്നു, അപ്പോൾ നാമവും രൂപവും സമാപ്തമാകുന്നു. അതേപോലെ കുട്ടികളായ താങ്കൾ എപ്പോഴാണോ മർജീവ ആകുന്നത്, അപ്പോൾ ശരീരം അതുതന്നെയാണ് എങ്കിലും പഴയ സംസ്കാരങ്ങളുടെയും സ്മൃതികളുടെയും സ്വഭാവങ്ങളുടെയും സംസ്കാരം നടത്തുന്നു. സംസ്കരിക്കപ്പെട്ട മനുഷ്യൻ വീണ്ടും മുന്നിൽ വന്നുവെങ്കിൽ അതിനെ ഭൂതം എന്ന് പറയുന്നു. ഇതേപോലെ ഇവിടെയും അഥവാ ഏതെങ്കിലും സംസ്കരിക്കപ്പെട്ട സംസ്കാരം ഉണരുന്നുവെങ്കിൽ ഇതും മായയുടെ ഭൂതമാണ്. ഈ ഭൂതങ്ങളെ ഓടിക്കൂ. ഇതിനെ വർണ്ണിക്കുക പോലും ചെയ്യരുത്. സ്ലോഗൻ: കർമ്മഭോഗത്തെ വർണ്ണിക്കുന്നതിന് പകരം കർമ്മയോഗത്തിൻ്റെ സ്ഥിതി വർണ്ണിച്ചുകൊണ്ടിരിക്കൂ. അവ്യക്ത സൂചന: സങ്കല്പങ്ങളുടെ ശക്തി ശേഖരിച്ച് ശ്രേഷ്ഠ സേവനത്തിന് നിമിത്തമാകൂ. ഏതുപോലെ രാജാവ് സ്വയം ഏതെങ്കിലും കാര്യം ചെയ്യുന്നില്ല, ചെയ്യിക്കുന്നു. ചെയ്യുന്നവരായ രാജ്യ വ്യവഹാരികൾ വേറെയായിരിക്കും. അഥവാ രാജ്യകാര്യങ്ങൾ ചെയ്യുന്നവർ ശരിയല്ലെങ്കിൽ രാജ്യം ആടി ഉലയുന്നു. ഇതേപോലെ ആത്മാവും ചെയ്യിക്കുന്നവനാണ്. ചെയ്യുന്നവർ ഈ വിശേഷ ത്രിമൂർത്തി ശക്തികളായ മനസ്സും ബുദ്ധിയും സംസ്കാരവുമാണ്. ആദ്യം ഇതിൻ്റെ മേൽ റൂളിംഗ് പവർ ഉണ്ടാകണം. അപ്പോൾ ഈ സാകാര കർമ്മേന്ദ്രിയങ്ങൾ സ്വതവേ ശരിയായ പാതയിലൂടെ നടക്കും. ഓം ശാന്തി. പരമധാമത്തിൽ സർവശക്തിവാനായ ബാബയുടെ സമീപത്ത് സ്ഥിതി ചെയ്യുമ്പോൾ എൻ്റെ സ്ഥിതി ശക്തിശാലിയാകുന്നു. ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണ്. പരമധാമത്തിൽ ഈ ഉയർന്ന സ്ഥിതിയിലിരുന്ന് വിശ്വത്തിലേക്ക് ലൈറ്റും മൈറ്റും വ്യാപിപ്പിക്കുകയാണ്. എന്നിൽ നിന്നും
പ്രവഹിക്കുന്ന ഈശ്വരീയ ശക്തി ആത്മാക്കളിൽ പതിക്കട്ടെ. അവരുടെ സമസ്യകൾ പരിഹരിക്കപ്പെടട്ടെ. ഈ ശുഭഭാവനയോടെ, ശുഭകാമനയോടെ ശുദ്ധ വൈബ്രേഷൻസ് അവരിലെ വ്യർത്ഥവും ദുർബലവുമായ സങ്കല്പങ്ങളെ പരിവർത്തനപ്പെടുത്തട്ടെ. ഈ ശുദ്ധ വൈബ്രേഷൻസ് അവരിൽ പതിക്കുമ്പോൾ അവർക്ക് ശ്രേഷ്ഠ ആത്മാവാകണമെന്നുള്ള ഒരു അലൗകിക പ്രേരണ അവരുടെ ഉള്ളിൽ നിന്നും ഉണർന്നു വരികയാണ്. ഈ അലൗകിക ഈശ്വരീയ ശക്തി ആ ആത്മാക്കളിൽ നിറയുമ്പോൾ അവർ പ്രസന്ന ചിത്തരായി